ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കുറെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു പറഞ്ഞത്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതേപോലെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ചും അതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ചും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ടബിൾ നമ്പേഴ്സ് ആണ്, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഒരു ഇന്റർവെൽ ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു റേഞ്ച്. ഓക്കെ, ബിറ്റ്വീൻ എന്താണ് ഇപ്പൊ ഒരു 10, 40 ഇതിന്റെ നമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള വാല്യൂസിന് ഒരു റേഞ്ച് ആയിട്ട് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ആയിട്ട് പറയുന്നു. അതായത് നോർമലി നമ്മൾ ഏജ് ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ ഹൈറ്റ്, ഇനി മാർക്ക് ഓഫ് ദി സ്റ്റുഡന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പ്രോബബിലിറ്റി ആണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമലി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ലൈക്ലിഹുഡ് ദാറ്റ് എ വാല്യൂ വിൽ ഫാൾ വിത്തിൻ ആൻ ഇന്റർവെൽ ഓർ റേഞ്ച്. ഒരു ഇന്റർവെല്ലിന്റെ അല്ലെങ്കിൽ ഒരു റേഞ്ചിന്റെ ഇടയ്ക്ക് വരുന്നതിനാണ് നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സൂചിപ്പിക്കുന്നത്. ഗ്രാഫിക്കലി ആണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നത്. അതായത് ഒരു ബെൽ ഷേപ്ഡ് സിമെട്രിക്കൽ കേവിനെയാണ് നമ്മൾ നോർമൽ കേവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ബെൽ ഷേപ്ഡ് ആണ്, ഒരു ബെല്ലിന്റെ ആകൃതിയിലുള്ളതാണ്. അതേപോലെ തന്നെ സിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ രണ്ട് പാർട്ട് ഉണ്ട്, ഇതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പാർട്ടും അതേപോലെ ഇവിടെ വരുന്ന ഈ പാർട്ടും, ഈ രണ്ട് പാർട്ടും എന്തായിരിക്കും? സിമെട്രിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ലെഫ്റ്റ് സൈഡ്, ഓക്കെ, അതായത് ഈ പാർട്ടും അതേപോലെ തന്നെ ഈ പാർട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ സിമെട്രിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമെട്രിക്കൽ ബെൽ ഷേപ്ഡ് കേവ് ആണ് ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദി ടോട്ടൽ ഏരിയ അണ്ടർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേവ് ഈസ് ഈക്വൽ ടു 1 ആണ്. അതായത് മൊത്തം ഏരിയ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡും അതേപോലെ തന്നെ റൈറ്റ് സൈഡും, ഈ രണ്ട് സൈഡും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും വാല്യൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ റൈറ്റ് സൈഡ് എത്രയായിരിക്കും? റൈറ്റ് സൈഡ് 0.5 ആയിരിക്കും. അതേപോലെ ലെഫ്റ്റ് സൈഡും എന്തായിരിക്കും? 0.5 ആയിരിക്കും. അപ്പൊ 0.5 പ്ലസ് 0.5 ആണ് 1 വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ഏരിയ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേവിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അത് മനസ്സിലാക്കുക. അതിന്റെ ലെഫ്റ്റ് സൈഡ് 0.5 ആയിരിക്കും, റൈറ്റ് സൈഡും 0.5 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ്. അതായത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? 1 ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് 2 പൈ ഇ റീസ് ടു -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ ഓൾ സ്ക്വയർ എന്നുള്ളതാണ്. ഇക്വേഷൻ കാണുന്ന സമയത്ത് ഒന്ന് പേടിക്കും, വലിയ സംഭവമൊന്നുമല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും പ്രോബ്ലം വർക്ക്ഔട്ട് ആവുന്നത്. അപ്പൊ ഇത് പ്രോബബിലിറ്റി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണിക്കുന്നതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മീനാണ്, മീനിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, നമുക്കറിയാം, നേരത്തെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ പഠിച്ചതാണ്. ഇനി പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏകദേശ വാല്യൂ 3.14159 എന്നുള്ളതാണ്. ഇനി ഇ എന്ന് പറയുന്നതിന്റെ ഏകദേശ വാല്യൂ എത്രയാണ്? 2.71828 എന്ന് പറയുന്നതാണ് അതിന്റെ ഏകദേശ വാല്യൂ. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ അതിന് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. അതായത് മീനും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും രണ്ട് പാരാമീറ്റേഴ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. മീന് സൂചിപ്പിക്കുന്നത് എന്താണ്? ലൊക്കേഷൻ ഓഫ് ദി കേവ് ആണ്.
ഓക്കെ, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ ലൊക്കേഷനെ സൂചിപ്പിക്കുന്നതാണ് മീൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിക്കേറ്റ് സ്പ്രെഡ് ഓർ ഷേപ്പ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ ഷേപ്പിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സൂചിപ്പിക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേരത്തെ നമ്മൾ പഠിച്ച ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും എന്തായിരുന്നു? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ കർവ് ഈസ് സിമ്മട്രിക്കൽ അബൌട്ട് ദി മീൻ. ഓക്കെ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താണ്? സിമ്മട്രിക്കൽ ആണ്. അതേപോലെ തന്നെ അടുത്ത നമ്മൾ പറഞ്ഞതാണ് ബോത്ത് സൈഡ് ഓഫ് നോർമൽ കർവ് കോയിൻസൈഡ്. രണ്ടും എക്സാക്ട്ലി 0.5 ആയിരിക്കും രണ്ട് സൈഡും എന്ന് പറഞ്ഞു. ഇനി അതായത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് കർവ്. നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് വരുന്നത് ഒരു ബെൽ ഷേപ്ഡ് ആണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മീൻ മീഡിയം മോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും അതേപോലെ മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് പൊസിഷൻഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി കർവ്. ഓക്കെ, അതായത് നമ്മുടെ കർവിന്റെ സെന്ററിലാണ് എന്ത് വരിക? നമ്മൾ പഠിക്കുന്ന കർവിന്റെ സെന്ററിൽ പോയിന്റ് ആണ് മീൻ മീഡിയം മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെന്ററിലാണ് മീൻ മീഡിയം മോഡ് വരുന്നത് എന്നുള്ളതാണ്. അതുകൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് ആണ് ദി ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദി മീൻ. ഓക്കെ, ഇതിന്റെ നോർമൽ കർവിന്റെ ഹൈറ്റ് മാക്സിമം ആകുന്നത് എവിടുന്നാണ്? മീൻ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചുകൊണ്ടാണ്. അതായത് നമ്മൾ സെന്ററിൽ വരുന്നതാണ് മീൻ എന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് വരുന്നത്, മാക്സിമം ഹൈറ്റ് വരിക ആ മീൻ എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി സെവൻത് വൺ, ദർ ഇസ് ഓൺലി വൺ മാക്സിമം പോയിന്റ്. ഓക്കെ, ഒരു മാക്സിമം പോയിന്റ് മാത്രമേ ഉള്ളൂ. അതെവിടെയാണ്? മീനാണ്. ഓക്കെ, അതിന്റെ സെന്ററിൽ നിങ്ങൾ നോക്കുക, സെന്ററിൽ വരുന്ന ലൈന് ഏറ്റവും മാക്സിമം പോയിന്റ് മാത്രമാണ് വരുന്നത് നമ്മുടെ കർവിൻ്റെത്. അത് മീനാണെന്നുള്ളതാണ്. അടുത്ത പോയിന്റ് വരുന്നത് എന്താണ്? ദി ഓർഡിനേറ്റ്. എട്ടാമത്തെ പോയിന്റ്, ദി ഓർഡിനേറ്റ് മീൻ ഡിവൈഡ്സ് ദി ഓൾ ഏരിയ ഇൻടു 2 ഈക്വൽ പാർട്സ്. അതായത് രണ്ട് ഈക്വൽ പാർട്സ് ആകുന്നു. ഇവിടെയും 0.5 ആണ്. രണ്ട് പാർട്ടായിട്ട് ഈ മീൻ ഡിവൈഡ് ചെയ്യുന്നത്. സെന്ററിൽ വരുന്നതാണ് മീൻ എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ട് സൈഡും, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് 9th വൺ, ദി കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദി ബേസ് ഓൺ എയ്തർ സൈഡ്. ഓക്കെ, അതായത് കർവ് അപ്രോച്ചസ് നിയറർ ആൻഡ് നിയറർ ടു ദി ബേസ് ബട്ട് നെവർ ടച്ച് എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ ഒരു കർവ് എന്ത് ചെയ്യുന്നില്ല? എക്സ് ആക്സിസിന് ടച്ച് ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ അതിനെ നിയറർ ആയിട്ട് വരുന്നു എന്ന് മാത്രമാണ്. അസിംപ്റ്റോട്ടിക് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കർവ് എക്സ് ആക്സിസിന് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ടോട്ടൽ ഏരിയ അണ്ടർ നോർമൽ കർവ് ഈസ് 100%. ലെഫ്റ്റ് സൈഡ് 50%, റൈറ്റ് സൈഡ് 50%. കൂട്ടിയാൽ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 100%. അതായത് ഒരു നോർമൽ കർവിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 100% ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് 11ാമത്തത്. നോർമൽ കർവ് ഈസ് യൂണി മോഡൽ. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് വൺ മോഡ്. നോർമൽ കർവിന് ഒരു മോഡ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞു സെൻട്രൽ മീൻ മീഡിയം മോഡ് എന്ന് പറഞ്ഞു. അവിടെ ഒരു മോഡ് മാത്രമേ ഉള്ളൂ. അതാണ് യൂണി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് നോ പോർഷൻ ഓഫ് ദി നോർമൽ കർവ് ഈസ് ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. ഒരു നോർമൽ കർവിന്റെ പോർഷൻ എന്ത് ചെയ്യുന്നില്ല? എക്സ് ആക്സിസിന് താഴോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നോ പോർഷൻ ഓഫ് ദി നോർമൽ കർവ് ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ താഴോട്ട് പോകില്ല, പക്ഷെങ്കിൽ അതിന് നിയറസ്റ്റ് ആയിട്ട് ഏകദേശം വരുന്നു എന്നുള്ളതാണ്. ഇനി തിയററ്റിക്കലി ദി റേഞ്ച് ഓഫ് ദി നോർമൽ കർവ് ഈസ് -∞ ആൻഡ് +∞, ബട്ട് പ്രാക്ടിക്കലി ദി റേഞ്ച് ഈസ് എക്സ് മൈനസ് എന്താണ് 3 സിഗ്മ ടു എക്സ് പ്ലസ് 3 സിഗ്മ എന്നുള്ളതാണ്. ഇത് നമുക്ക് നെക്സ്റ്റ് പറയാം, ഗ്രാഫിക്കലി പറയാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എക്സ് മൈനസ് 3 സിഗ്മയും അതേപോലെ എക്സ് പ്ലസ് 3 സിഗ്മയുമാണ് പ്രാക്ടിക്കലി വരുന്നത് എന്നുള്ളത്. ഇനി അടുത്തതും നമ്മൾ ഗ്രാഫിക്കലി പറയാം. ഏരിയ അണ്ടർ നോർമൽ കർവ് ഈസ് μ ± സിഗ്മ കവേഴ്സ് 68.27% ഏരിയ.
ഇനി മ്യൂ പ്ലസ് ഓർ മൈനസ് 2 സിഗ്മ കവേഴ്സ് 95.45% ഏരിയ. ഇനി മ്യൂ പ്ലസ് ഓർ മൈനസ് 3 സിഗ്മ കവേഴ്സ് 99.73 ഏരിയ എന്നുള്ള 73% ഏരിയ എന്നുള്ള അത് ജസ്റ്റ് നമുക്ക് ഗ്രാഫിക്കലി ഇവിടെ നോക്കാം. ഇപ്പം പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ മീന് വരുന്നത് ഇതാണ്, ഈ സെന്ററിൽ വരുന്നതാണ് മീന്. അതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെ ഉണ്ടാകും. അപ്പൊ ഇവിടെ വരുന്ന ഈ മീൻ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇത് -1 ആണ്, ഇത് +1 ആണ്. ഇതാണ് -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏരിയ, ഇതാണ് ഇവിടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ ഒരു ഏരിയ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും വരും, മൈനസ് റൈറ്റ് സൈഡ് ആവും പ്ലസ് ആണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോട് ഒന്നാമത് പറഞ്ഞത് ഇവിടെ എന്താണ് മൈനസ് സിഗ്മ പ്ലസ് 1 സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, -1 സിഗ്മയും അതേപോലെ തന്നെ +1 സിഗ്മയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 68.26 ആണ്. അതായത് ഈ ഒരു ഏരിയയും കൂട്ടിക്കഴിഞ്ഞാൽ, ഈ രണ്ട് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 68.26. അതായത് ഇവിടെ വരുന്ന -1 സിഗ്മ എന്ന് പറയുന്നത് 34.13% ആണ്, പ്ലസ് സിഗ്മയും 34.13% ആണ്. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 68.26% എന്ന് പറയുന്നു. ഇത് ഈ ഒരു നോർമൽ കേർവിന്റെ നോർമലി പറയുന്ന ഒരു റൂളാണ്. ഇനി നെക്സ്റ്റ് -2 സിഗ്മയും അതേപോലെ +2 സിഗ്മയും, ഇവിടെ കാണുന്ന -2 സിഗ്മ +2 സിഗ്മ ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയയും മൊത്തം, ഓക്കെ, ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്, 95.44 ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെ വരും, ഇത് മൊത്തം വരുന്ന ഏരിയ ആണ്. ഓക്കെ, ഈ -2 സിഗ്മയുടെയും +2 സിഗ്മയുടെയും ഇടയ്ക്ക് വരുന്ന ഏരിയ ആണ് എത്ര, 95.44 എന്ന് പറയുന്നു. അടുത്തത് നെക്സ്റ്റ് പറയുന്നത് ഇവിടെ വരുന്ന -3 സിഗ്മ അതേപോലെ +3 സിഗ്മ ഇതിനിടയിലുള്ള എന്താണ് ഏരിയ വരുന്നതാണ് 99.73% എന്ന് പറയും. അതായത് ഇത്രയും ഏരിയ ആണ് 99.73%. അപ്പൊ നമ്മൾ 100% എന്ന് പറഞ്ഞതിൽ കുറച്ച് ഏരിയ ഈ -3 സിഗ്മയുടെ പുറത്തായിട്ടും അതേപോലെ +3 സിഗ്മയുടെ പുറത്തായിട്ടും വരുന്നുണ്ട്. അതായത് എന്താണ് 0.14% എന്ന് പറഞ്ഞാൽ ടോട്ടൽ 0.28% ഇതിന്റെ പുറത്തായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം. അതായത് ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, -1 സിഗ്മയുടെയും +1 സിഗ്മയുടെയും ടോട്ടൽ 68.26. ഇനി 2 സിഗ്മ അതായത് മൈനസ് അതേപോലെ പ്ലസ് 95.44. 3 സിഗ്മയുടേത് 99.73 എന്നുള്ളത്. ഇത് നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, കറക്റ്റ് മനസ്സിലാക്കുകയോ. 500 സ്റ്റുഡൻസ് അപ്പിയർഡ് ആൻ എക്സാമിനേഷൻ ആൻഡ് ദെയർ ആവറേജ് മാർക്ക്. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആവറേജ് മാർക്ക് സൂചിപ്പിക്കുന്നത് അതിന്റെ മീൻ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 11 ആണ്. നമ്മുടെ ക്വസ്റ്റനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മീൻ മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ 1 സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും, 11 ആയിരിക്കും. 11 അല്ലേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. തൊട്ടുമുമ്പ് പറഞ്ഞ ഗ്രാഫിൽ മനസ്സിലാക്കുക. ഇവിടെ വരുന്ന 1 സിഗ്മ അതേപോലെ ഇവിടെ വരുന്ന -1 സിഗ്മ ഇത് രണ്ടും എന്തായിരിക്കും, 11 ആയിരിക്കും. ഒന്ന് മൈനസ് ആയിരിക്കും, ഒന്ന് പ്ലസ് ആയിരിക്കും. ഓക്കെ, 2 സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അതായത് 2 സിഗ്മ എന്ന് പറഞ്ഞാല് 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതിന്റെ അർത്ഥം എന്താണ്, 22 ആയിരിക്കും. അതായത് 2 ഇൻറ്റു 11 കണ്ടാൽ 22 കിട്ടും. ഓക്കെ, 2 ഇൻറ്റു 11 ആണ് 22 കിട്ടുന്നത്. ഇനി ഇവിടെ 3 സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 33 ആയിരിക്കും. അതായത് 3 ഇൻറ്റു ആണ്. 3 ഇൻറ്റു 11 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 33 കിട്ടും. ഇത് കറക്റ്റ് മനസ്സിലാക്കുക. ഇനി ഇവിടെ നമ്മൾ ഒന്നാമത് പറഞ്ഞ റൂള്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റൂളിലേക്ക് വരിക. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, 68.26% -1 സിഗ്മയുടെയും +1 സിഗ്മയുടെയും ടോട്ടൽ എന്തായിരിക്കും, 68.26% ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഒന്നുകൂടെ ഗ്രാഫിലേക്ക് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ -1 സിഗ്മ അതേപോലെ +1 സിഗ്മ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഏരിയ എന്തായിരിക്കും,
68.26 ആയിരിക്കും എന്ന് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ്? ഇവിടെ ടോട്ടൽ 500 സ്റ്റുഡൻസ് ആണ് വരുന്നത്. അതിന്റെ 68.26% കണ്ടു കഴിഞ്ഞാൽ 341 സ്റ്റുഡൻസ് ആണ് ഈ ഒരു റേഞ്ചിൽ വരുന്നത്, ആ ഒരു ഏരിയയിൽ ഉൾപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 341 കുട്ടികള് അവർക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 49ന്റെയും 71ന്റെയും ഇടയിലായിരിക്കും. അതെങ്ങനെയാണ് 49 കിട്ടിയത്? നമ്മുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, ആവറേജ് മാർക്ക് 60 ആണ്. ആവറേജ് എവിടെയാണ് വരുന്നത്? ആവറേജ് വരുന്നത് മീൻ ഇവിടെയാണ്, സെൻട്രലാണ്. ഓക്കെ, ആവറേജ് മാർക്ക് വരുന്നത് 60 ഇവിടെയാണ്. ആവറേജ് മാർക്ക് വരുന്നത് ഈ സെന്റർ ആണ് വരുന്നത്. ഓക്കെ, ഈ 60ൽ നിന്നും 11 കുറക്കുന്നു ഇങ്ങോട്ടേക്കാണെങ്കിൽ. ഇങ്ങോട്ടേക്ക് വലത്ത് സൈഡിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ 60ന്റെ കൂടെ 11 നമ്മൾ കൂട്ടുന്നു. ഓക്കെ, അതായത് 60ൽ നിന്നും 11 കുറച്ചാൽ എത്ര കിട്ടും? 49 എന്ന് കിട്ടും. 60യുടെ കൂടെ 11 കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 71 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 49ഉം 71ഉം വന്നത്. അപ്പൊ ഇവിടെ ഈ ഇതിന്റെ ബിറ്റ്വീൻ എന്താണ്? 49 ആൻഡ് 71 ഇതിനിടക്കാണ് 341 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഇന്റർവെല്ല് പറയുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിക്കലി നോക്കുക, ഈ ഏരിയ ആണ് നമ്മൾ 68 പോയിന്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ വരുന്ന സ്റ്റുഡൻസ് ആണ്, അത്രയും മാർക്കിന് ഏരിയയിൽ വരുന്ന സ്റ്റുഡൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ 500ന്റെ എത്ര ശതമാനം? 68.26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയത് എത്രയായിരുന്നു? 341 ആയിരുന്നു. അതിൽ 341ൽ തന്നെ 1 സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി. എത്രയാണ്? 60ന്റെ കൂടെ 11 കൂട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ 71. അപ്പൊ ഇവിടെയാണ് 71 വരുന്നത് ഈ പോയിന്റിൽ. ഇനി ഇവിടെ എന്ത് വരും? 49ഉം വരും. അപ്പൊ ഇതിനിടയിലാണ് 49ന്റെയും അതേപോലെ 71ന്റെയും ഇടക്കാണ് 68 പോയിന്റ്. അതായത് എത്ര കുട്ടികളാണ് അതിന്റെ കുട്ടികളുള്ളത്? 341 കുട്ടികളുടെ മാർക്ക് വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ റൂള് കൂടെ ജസ്റ്റ് നോക്കാം. അതായത് 95.44% സെക്കൻഡ് നമ്മൾ പറഞ്ഞു രണ്ടാമതായിട്ട്. അപ്പൊ അവിടെ 2 സിഗ്മയായിരുന്നു നമ്മൾ കണ്ടത്. 2 സിഗ്മ മൈനസ് 2 സിഗ്മയും പ്ലസ് 2 സിഗ്മയുടെയും ഇടക്കാണ്. 500ന്റെ 95.44% കണ്ടാല് 477 സ്റ്റുഡൻസ് എന്തായിരിക്കും? ഈ ഒരു റേഞ്ചിൽ വരുന്നതായിരിക്കും. എന്ന് പറഞ്ഞാല് 60ൽ നിന്നും 22 കുറക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു 2 സിഗ്മ എന്ന് പറഞ്ഞാൽ 22 ആണ്. അപ്പൊ 38. അതേപോലെ 60യുടെ കൂടെ 22 കൂട്ടുകയും ചെയ്യാം. അതാണ് പ്ലസും മൈനസും. അപ്പൊ 82 വരും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് സിമ്പിൾ ആയിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. കൂടുതൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോളും. ഇനി ഇതിൽ നമ്മൾ പഠിക്കുന്നതാണ് ഫൈൻഡിങ് ഏരിയാസ്. ഏരിയാസ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സെഡ് സ്കോർ കണ്ടെത്തണം. സെഡ് സ്കോർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അടുത്ത പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സെഡ് സ്കോർ കാണേണ്ട ഇക്വേഷൻ ജസ്റ്റ് മനസ്സിലാക്കുക. എന്താണ്? സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സിഗ്മയാണ്. എക്സ് എന്ന് പറയുന്ന വാല്യൂ അതിൽ നിന്ന് എക്സ് ബാർ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തിയിട്ട് കുറക്കണം. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സെഡ് വാല്യൂ കിട്ടും. അതിനുശേഷം നമ്മൾ ടേബിളിൽ സെഡ് വാല്യൂ നോക്കണം. അതായത് ഇതിന്റെ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞ് സെഡ് വാല്യൂ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെഡ് വാല്യൂസ് എന്ന് പറഞ്ഞ് ടേബിൾ വാല്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, എന്നിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ എഴുതുക. റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ പ്രൊപ്പോർഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. റിലേറ്റഡ് ഫ്രീക്വൻസിയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഏരിയ നമുക്ക് ലഭിക്കുന്നതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ എങ്ങനെയാണ് ഏരിയ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യും. ആ സമയത്ത് മനസ്സിലാകും. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.